നമസ്കാരം. മകന്റെ പ്രതിശ്രുത വധുവുമായി ഒളിച്ചോടി വിവാഹം കഴിച്ച പിതാവ്. ഉത്തർപ്രദേശിലെ റാംപൂരിലാണ് ഞെട്ടിക്കുന്ന സംഭവം. പ്രായപൂർത്തിയാകാത്ത മകന് വിവാഹം ആലോചിച്ച യുവതിയോടൊപ്പമാണ് പിതാവ് ഒളിച്ചോടി വിവാഹം കഴിച്ചത്. ഇയാൾ 2 ലക്ഷം രൂപയും വീട്ടിൽ നിന്ന് മോഷ്ടിച്ചതായി ഭാര്യ പരാതിയിൽ പറയുന്നു. പ്രായപൂർത്തിയാകാത്ത മകനെ ഇയാൾ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചെന്നും മകന് പറഞ്ഞുറപ്പിച്ച യുവതിയുമായി ഒളിച്ചോടിയെന്നുമാണ് പരാതി. ഷക്കീൽ എന്നയാൾക്കെതിരെയാണ് ഭാര്യ പരാതിയുമായി രംഗത്തെത്തിയത്. എതിർത്തപ്പോൾ തന്നെയും കുടുംബത്തെയും മർദ്ദിച്ചെന്ന് ഭാര്യ ഷബാന ആരോപിച്ചു. 6 മക്കളുടെ അച്ഛനാണ് ഒളിച്ചോടിയ ഷക്കീൽ. ദിവസം മുഴുവൻ ഇരുവരും വീഡിയോ കോൾ ചെയ്യാറുണ്ടായിരുന്നു എന്നും ഭാര്യ പറയുന്നു. ആദ്യം ആരും എന്നെ വിശ്വസിച്ചില്ല. പിന്നെ ഞാനും എന്റെ മകനും അവർക്കെതിരെ തെളിവുകൾ ശേഖരിച്ചുവെന്നും ഷബാന മാധ്യമങ്ങളോട് പറഞ്ഞു. പിതാവിന്റെ അവിഹിത ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞതിനെ തുടർന്ന് 14 വയസ്സുള്ള മകൻ ആ സ്ത്രീയെ വിവാഹം കഴിക്കാൻ വിസമ്മതിച്ചുവെന്ന് അവർ പറഞ്ഞു. മുത്തച്ഛനും മുത്തശ്ശിക്കും അവരുടെ പ്രണയത്തെക്കുറിച്ച് അറിയാമായിരുന്നുവെന്നും അവർ തന്നെ വിവാഹം കഴിപ്പിക്കാൻ പ്രേരിപ്പിച്ചുവെന്നും മകൻ ആരോപിച്ചു. ഷക്കീൽ 2 ലക്ഷം രൂപയും ഏകദേശം 17 ഗ്രാം സ്വർണവുമായി വീട് വിട്ട് യുവതി വിവാഹം കഴിച്ചുവെന്ന് മകൻ പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. ഷക്കീലിന്റെ 14 വയസ്സുകാരൻ മകനെ യുവതിക്ക് കല്യാണം ആലോചിക്കുന്നതോടെയാണ് കാര്യങ്ങൾക്ക് തുടക്കം. കല്യാണത്തെ ഇയാളുടെ ഭാര്യയും മകനും അടക്കമുള്ളവർ എതിർത്തിരുന്നു. തുടർന്ന് വഴക്കുണ്ടാവുകയും ഇയാൾ ഭാര്യയും മകനെയും മർദ്ദിക്കുകയും ചെയ്തു. തുടർന്ന് ഫോണിൽ മകന്റെ പ്രതിശ്രുത വധുവുമായി സംഭാഷണം ആരംഭിച്ചു. ഇയാൾ ദിവസം മുഴുവൻ പെൺകുട്ടിയോട് സംസാരിക്കാറുണ്ടായിരുന്നുവെന്നും വീഡിയോ കോൾ ചെയ്യാറുണ്ടായിരുന്നുവെന്നും 2 തവണ ഇയാളെ പെൺകുട്ടിയോടൊപ്പം പിടികൂടിയിരുന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. അതേപോലെ സമാനമായ സംഭവം ഈ കഴിഞ്ഞ ഏപ്രിൽ ഉത്തർപ്രദേശിൽ നടന്നിരുന്നു. ഒരു സ്ത്രീ തന്റെ ഭാവി മരുമകനൊപ്പം ഒളിച്ചോടി എന്ന വാർത്തയാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞത്. മകളുടെ വിവാഹത്തിന് 10 ദിവസം മാത്രം ശേഷിക്കെയാണ് പ്രതിശ്രുത മരുമകനൊപ്പം അമ്മ ഒളിച്ചോടിയത്. അനിത എന്ന സ്ത്രീയാണ് മകൾക്ക് വിവാഹം നിശ്ചയിച്ച ആൾക്കൊപ്പം ഒളിച്ചോടിയത്. മകളുടെ വിവാഹത്തിനായി കരുതി വച്ചിരുന്ന പണവും ആഭരണവും എടുത്തുകൊണ്ടാണ് അനിത ഒളിച്ചോടിയത്. ഉത്തർപ്രദേശിലെ അലിഗഡിലെ മദ്രസ് പോലീസ് സ്റ്റേഷന് കീഴിലുള്ള ഒരു ഗ്രാമത്തിലാണ് ഈ സംഭവം നടന്നത്. പുറത്തുപോയ ഇവരെ രാത്രിയായിട്ടും കാണാതായതോടെയാണ് വരനൊപ്പം ഒളിച്ചോടിയ വിവരം അറിയുന്നത്. അനിതയുടെ മകൾ ശിവാനിയുടെ വിവാഹം ഏപ്രിൽ 16-നായിരുന്നു നിശ്ചയിച്ചിരുന്നത്. അടുത്ത ഗ്രാമത്തിലെ രാഹുൽ എന്ന യുവാവുമായിട്ടായിരുന്നു വിവാഹം നിശ്ചയിച്ചത്. വീട്ടിലുണ്ടായിരുന്ന 3.5 ലക്ഷം രൂപയിലധികം പണവും 5 ലക്ഷം രൂപയിലധികം വിലമതിക്കുന്ന ആഭരണങ്ങളും എടുത്താണ് അനിത രാഹുലിനൊപ്പം ഒളിച്ചോടിയത്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പ്രതിശ്രുത വരനോടൊപ്പം ഒളിച്ചോടിയ സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയിരുന്നു. എന്ത് സംഭവിച്ചാലും രാഹുലിനൊപ്പം താൻ ജീവിക്കുമെന്നും വിവാഹം കഴിക്കുമെന്നും അനിത പോലീസിനോട് പറഞ്ഞു. ഒളിച്ചോട്ടത്തിന് ശേഷം തിരിച്ചെത്തിയ ഇരുവരും പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. തുടർന്ന് അനിത തന്റെ ഒളിച്ചോട്ടത്തിന് പിന്നിലുള്ള കാരണം വെളിപ്പെടുത്തി. ഭർത്താവ് സ്ഥിരമായി മദ്യപിച്ച് തന്നെ മർദ്ദിക്കാറുണ്ടെന്നും മകൾ തന്നോട് വഴക്കിടാറുണ്ടെന്നും അതിനാലാണ് ഇത്തരമൊരു കാര്യം ചെയ്തതെന്നുമാണ് അവർ പറഞ്ഞത്. ആ സംഭവം നടന്ന് ഏതാനും മാസങ്ങൾ പിന്നീട് മുൻപാണ് ഇപ്പോൾ പുതിയ വാർത്ത ചർച്ചയാകുന്നത്.